1988-ലെ അപരൻ മുതൽ ഇന്ന് വരെ നടൻ ജയറാം മലയാള സിനിമയ്ക്ക് നൽകിയ ശ്രദ്ധേയ സംഭാവനകൾ ഏറെയുണ്ട്. എന്നും മലയാളികൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ എന്ന നിലയിൽ കാണാവുന്ന തരത്തിലെ വേഷങ്ങളായിരുന്നു ജയറാമിൻ്റേതായി മലയാള സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമയിൽ നിന്നും തന്നെ ജയറാമിന് പ്രിയതമ പാർവതിയെയും കണ്ടെത്താൻ സാധിച്ചു. ഭാര്യയും 2 മക്കളുമായി കുടുംബജീവിതം നയിച്ച ജയറാം ഇന്നിപ്പോൾ 2 മരുമക്കളും കൂടി ചേർന്ന കുടുംബത്തിൻ്റെ നാഥനായി കഴിഞ്ഞിരിക്കുകയാണ്. മലയാളത്തിനും തമിഴകത്തിനും ജയറാം ഒരുപോലെ പ്രിയപ്പെട്ടവനാണ്. സിനിമയിലെ 3.5 പതിറ്റാണ്ടിനിടെ കോടികളുടെ ആസ്തിയുണ്ട് ജയറാമിനിന്ന്. ഇതിലൊന്നാണ് ചെന്നൈ നഗരത്തിലെ ജയറാമിൻ്റെയും കുടുംബത്തിൻ്റെയും വിശാലമായ പുരയിടവും വസതിയും. മകൾ മാളവികയും മകൻ കാളിദാസും വിവാഹം ചെയ്ത് മരുമക്കൾ 2 പേരെയും കൊണ്ട് ഈ വീട്ടിലാണ് ഗൃഹപ്രവേശനം നടത്തിയതും. താരത്തിന് കേരളത്തിലും വീടും ഫ്ലാറ്റുമൊക്കെ ഉണ്ട്. പെരുമ്പാവൂരാണ് ജയറാമിൻ്റെ സ്വദേശം. നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ജയറാം മലയാള ചിത്രം ഓസ്ലറിൽ നായകവേഷം ചെയ്തിരുന്നു. ചെന്നൈയിലെ വീടിന് ചുറ്റും ജയറാം വിവിധ കൃഷികളും ആരംഭിച്ചിട്ടുണ്ട്. വീട്ടിലേക്കുള്ള പച്ചക്കറികളും പലതും പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യം തന്നെയില്ല എന്ന് ജയറാം പറഞ്ഞിരുന്നു. ഇതിൻ്റെ വിളവെടുപ്പും മറ്റും സന്തോഷങ്ങളും ജയറാം ഇടയ്ക്കൊക്കെ പങ്കുവെക്കാറുണ്ട്. 100 കണക്കിന് സിനിമകളിൽ വേഷമിട്ടിട്ടും സ്വത്തുവകകൾ ഉണ്ടായിട്ടും ജയറാം ഒരു കാര്യത്തിൽ സ്വയം പ്രാപ്തനാണ്. അദ്ദേഹം ഒരഭിമുഖത്തിൽ അക്കാര്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട്. പല താരങ്ങളും ലക്ഷങ്ങൾ മുടക്കി ഏർപ്പെടുത്തുന്ന ഈ കാര്യം ജയറാം ആരുടെയും സഹായമില്ലാതെയാണ് നടത്തിവരുന്നത്. ജയറാമിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ ജയറാം അല്ലാതെ മറ്റാരും കോൾ എടുക്കില്ല എന്ന് അദ്ദേഹവുമായി സംസാരിച്ച ചിലർക്കെങ്കിലും അറിയുന്ന കാര്യമാണ്. സോഷ്യൽ മീഡിയ നോക്കി നടത്തുന്നത് മകൻ കാളിദാസാണെന്നും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ജയറാം നിറസാന്നിധ്യമാണ്. മിക്കവാറും സമയം ഫോട്ടോകളും വീഡിയോകളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി ജയറാം പങ്കിടാറുണ്ട്. ഇന്നത്തെ പല യുവതാരങ്ങളും സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാനും സിനിമകൾ കൈകാര്യം ചെയ്യാനും എല്ലാം വെവ്വേറെ മാനേജർമാരുമുണ്ട്. നല്ലൊരു തുക പ്രതിഫലമായി ഇക്കൂട്ടർക്ക് ലഭിക്കാറുമുണ്ട്. ഇവിടെയാണ് ജയറാം വ്യത്യസ്തനാവുന്നത്. ഇത്രയും വർഷങ്ങളായി തനിക്കൊരു മാനേജറോ ഡയറിയോ ഡേറ്റ് നോക്കുന്നയാളോ ഇല്ല. വെള്ളയും ഉടുപ്പിട്ട 2 പോക്കറ്റിലും ഫോണും തിരുകി നടക്കുന്ന ആരും തനിക്കില്ല. തൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സ്വയമേയെന്ന് ജയറാം പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഓർത്തുവെക്കും. ഒന്നും എവിടെയും കുറച്ചിടാറില്ല. വരാനിരിക്കുന്ന സിനിമകളുടെയും ഷൂട്ടിങ്ങിൻ്റെയും പങ്കെടുക്കേണ്ടിയിരുന്ന പരിപാടികളുടെയും വിവരങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്.